എസ്.ഡി.പി.ഐയുമായി സഖ്യമുണ്ടാക്കിയത് CPM ആണെന്ന് വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി KM ഷാജി. വേങ്ങരയിലെ സ്ഥാനാർത്ഥിയെ മാത്രമല്ല എസ്.ഡി.പി.ഐ മൊത്തം CPM വിലയ്ക്ക് വാങ്ങി. ധൈര്യമുണ്ടെങ്കിൽ AK ബാലൻ വേങ്ങരയിൽ വന്ന് എസ്.ഡി.പി.ഐക്കെതിരെ സംസാരിക്കുമോ എന്നും KM ഷാജി ചോദിച്ചു. മീഡിയ വണ്ണിന്റെ തീപാറും മണ്ഡലത്തിലായിരുന്നു KM ഷാജിയുടെ പ്രതികരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ എസ്.ഡി.പി.ഐക്ക് എതിരായിരുന്നു. കാരണം പാപ്പിനിശ്ശേരി ഞാൻ ഉദാഹരണം പറയാം, വാളപട്ടണം ഞാൻ ഉദാഹരണം പറയാം. കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ എസ്.ഡി.പി.ഐ ഉപയോഗിച്ചു. കാരണം UDF-നെതിരെ മത്സരിച്ചിട്ട് പാപ്പിനിശ്ശേരിയിൽ 80 വോട്ട് കിട്ടുക ആർക്ക്? CPM-ന്. അവിടെ എസ്.ഡി.പി.ഐ ജയിക്കുക. വളപട്ടണത്ത് 9 വോട്ട് LDF-ന്. അവിടെ എസ്.ഡി.പി.ഐ ജയിക്കുക. എസ്.ഡി.പി.ഐ സഖ്യം ഉണ്ടാക്കിയത് CPM മാത്രമാണ്. നിങ്ങൾ എത്ര ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായത്. ഞാൻ പറഞ്ഞു AK ബാലനോട്, അദ്ദേഹം ദയവ് AK ബാലൻ, ഏത് AK ബാലൻ? നമ്മുടെ അളവെടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ബാലനുണ്ടല്ലോ, നീളമളക്കുന്ന, അകത്തോട്ട് കയറിയതിൻ്റെയും പുറത്തിറങ്ങിയതിൻ്റെയും ഒക്കെ അളവെടുക്കുന്ന ബാലനുണ്ടല്ലോ, ആ ബാലൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയോ? വേങ്ങരയിൽ നിന്ന് പറയണ്ട, വേങ്ങരയിൽ വരും വേണ്ട. എസ്.ഡി.പി.ഐക്കെതിരെ ബാലൻ പോയിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ ഇപ്പോൾ സംസാരിക്കുമോ? പിണറായി വിജയനോട് കഴിഞ്ഞ ദിവസം അത് ചോദിച്ചപ്പോൾ ഞാൻ അറിയില്ല എന്നാ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. ഗോവിന്ദൻ പറയോ? വിജയരാഘവൻ പറയോ? വേങ്ങരയിൽ നിങ്ങളൊന്ന് നോക്കിയേ, വേങ്ങരയിലെ അവസ്ഥ എന്താ? 2021 തെരഞ്ഞെടുപ്പിൽ എസ്.ഡി.പി.ഐയുടെ സ്ഥാനാർത്ഥിയായ സബാഹ്, ആ സബാഹ് 2026 CPM-ന്റെ സ്ഥാനാർത്ഥിയാ. ഇയാൾ എസ്.ഡി.പി.ഐക്കാരനായിരുന്നോ? അല്ലെങ്കിൽ എസ്.ഡി.പി.ഐ വിട്ടിട്ട് ഇയാൾ CPM-ൽ ചേർന്നതാണോ? അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ലല്ലോ. സ്ഥാനാർത്ഥിയെ തന്നെ അങ്ങനെ തൂക്കി വാങ്ങിയിരിക്കുകയല്ലേ CPM. എസ്.ഡി.പി.ഐന്റെ സ്ഥാനാർത്ഥിയെ CPM തൂക്കി വാങ്ങിയിട്ട് CPM സ്ഥാനാർത്ഥിയാക്കുന്നു. ആ 11,000 വോട്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ സബാഹ് നേടിയത്. ആ 11,000 വോട്ട് നേടിയ സബാഹിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക CPM, എന്നിട്ട് സ്ഥാനാർത്ഥിയാക്കുക. അപ്പോൾ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എസ്.ഡി.പി.ഐ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. വേങ്ങരയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് CPM എസ്.ഡി.പി.ഐക്കാരനായ സബാഹിനെ സ്ഥാനാർത്ഥിയാക്കുക. ഈ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എസ്.ഡി.പി.ഐ എന്താ ചെയ്തത്? അവർ പ്രഖ്യാപിച്ച അവരുടെ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, CPM 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപോലെ RSSുമായിട്ടും അതുപോലെ തന്നെ എസ്.ഡി.പി.ഐയുമായിട്ടും വലിയ ഡീലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, നേമം, വട്ടിയൂർക്കാവ്, അങ്ങനെ പലയിടങ്ങളിലും CPM ഇത്തരത്തിൽ RSSുമായിട്ട് ഡീലുണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? അതിൽ ഇതുപോലെ തന്നെ വേങ്ങര ഒരു ഉദാഹരണമാണ്. എസ്.ഡി.പി.ഐ CPM ബാന്ധവത്തിൻ്റെ ഡീലിൻ്റെ ഉദാഹരണം. ഞാനിങ്ങനെ ആലോചിക്കുക, ഇതൊക്കെ കാണുമ്പോഴേ ഈ ഒരു പ്രസ്ഥാനം, എസ്.ഡി.പി.ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം, നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ മഞ്ചേശ്വരത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥി AKM അഷ്റഫാണ്. വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഇടമാണ്. ആ AKM അഷ്റഫിനെതിരെ എസ്.ഡി.പി.ഐ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ഇവരെന്താ പറയുന്നത്? ഇവർ ഡീലൊക്കെ അവിടെ നിൽക്കട്ടെ, എസ്.ഡി.പി.ഐ പറയുന്നത് എന്താ? ഞങ്ങളുടെ പോരാട്ടം സംഘ് പരിവാറിനെതിരെയാണ് അല്ലേ? സംഘ് പരിവാറിനെതിരെ പോരാടുന്ന വ്യക്തി മഞ്ചേശ്വരത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ, അവിടെ വിജയിക്കുന്നത് ആരാ? ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാ, AKM അഷ്റഫ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് AKM അഷ്റഫ് അവിടെ വിജയിച്ച് കയറുകയാണ്. അപ്പോൾ ആ AKM അഷ്റഫിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ്. പോരാട്ടം ആർക്കെതിരെയാ? BJPക്കെതിരെ. എന്നാൽ BJPക്കെതിരെ പോരാടുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ പിന്തുണ നമുക്ക് ആവശ്യമുണ്ടായിട്ടല്ല, ലീഗുകാരനോടുള്ള വിരോധം ഒന്നുകൊണ്ട് മാത്രം
ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണ് SDPI എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പിന്തുണ നമുക്ക് വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഇന്നലെ ഞാൻ കേട്ടു, ഇപ്പം ഈ മഞ്ചേശ്വരത്തെ ഇവരുടെ സ്ഥാനാർത്ഥി KM അഷ്റഫ്, ആ KM അഷ്റഫിനെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിൽ പിന്നെ KM അഷ്റഫ് പറയുന്നുണ്ടായി, ഞങ്ങളാരും SDPIക്കാരുടെ വോട്ട് ഒരിക്കലും UDF പോകില്ല, അത് LDF എന്നുള്ളത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ ആർക്ക് വേണം വോട്ട് ചെയ്തോ. സംഘ് പരിവാറിനെതിരെയാണ് പോരാട്ടമെങ്കിൽ സംഘ് പരിവാറിനെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ വളരെ ടൈറ്റ് ശക്തമായ പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തിയത് ലീഗിൻ്റെ സ്ഥാനാർത്ഥി AK അഷ്റഫ. അവിടെ എന്ത് വേണം? സംഘ് പരിവാറിനെതിരെയാണ് പോരാട്ടമെങ്കിൽ ആ അഷ്റഫിനെ പിന്തുണച്ചിട്ട് അഷ്റഫിൻ്റെ വിജയത്തിന് തിളക്കം കൂട്ടുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിന് പകരം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, പിന്നെ ഒരു ഘട്ടത്തിൽ അവർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു, എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ വോട്ട് LDF എന്ന്. എന്തിനാ നിങ്ങളുടെ വോട്ട്? നിങ്ങൾ ആർക്കെതിരെ പോരാടുന്നത്? ലീഗിനെതിരെയോ അതോ സംഘ് പരിവാറിനെതിരെയോ? AKM അഷ്റഫിനെതിരെയോ അതോ K സുരേന്ദ്രനെതിരെയോ? ആർക്കെതിരെയാണ് നിങ്ങൾ പോരാടുന്നത്? ഇനി അവിടെ നിന്ന് വന്ന് നേരെ പാലക്കാട്ട് എത്തിക്കഴിഞ്ഞാൽ, പാലക്കാട്ട് ഇതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി വിജയിച്ച് കയറുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത്രയും കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 തവണ ഷാഫി പറമ്പിൽ മത്സരിച്ച് വിജയിക്കുന്നു, 1 തവണ രാഹുൽ മാങ്കൂട്ടം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നു. ഈ പാലക്കാട് SDPIക്ക് സ്ഥാനാർത്ഥിയുണ്ടോ? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആർക്കെതിരെയാണ് നിങ്ങൾ പോരാടുന്നത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പോരാടുന്നത്? ഇനി ഞാനൊരു തിരിച്ചൊരു കാര്യം, അതേ നിങ്ങൾ വേങ്ങരയിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് വേണ്ടി 11,000 വോട്ട് സമാഹരിച്ച സബാഹിനെ നിങ്ങൾ തൂക്കി വിറ്റു CPM. പോരാഞ്ഞിട്ട് സബാഹാണ് സ്ഥാനാർത്ഥി എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിൻവലിച്ചു. ഇവിടെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പോരാടുന്നത്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ഗോളുകൾ എന്താണ്? മനസ്സിലാവുന്നില്ല. ഇനി അടുത്ത ഈ SDPIക്കാരൻ്റെ ഒരു ഗതികേട് ഇനി ഞാൻ പറയാം. ഇപ്പം ഇന്നലെ ഞാൻ EP ജയരാജൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു, കുറച്ച് പഴയതാ. EP ജയരാജൻ പറയുന്നത് എന്താ? SDPI തീവ്രവാദികൾ UDFുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് SDPIക്കാരൻ എന്തായാലും UDFകാർക്ക് വോട്ട് ചെയ്യാറില്ല, മുസ്ലിം ലീഗുകാർക്ക് തീരെയും വോട്ട് ചെയ്യാറില്ല. ആ SDPIക്കാരൻ നായ നയിക്കും പോലെ പണിയെടുക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുക. എന്തിനാ പണിയെടുക്കുന്നത്? LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, LDF വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. വെയിലും മഴയും, മഴയില്ല വെയിലാണ് നമ്മുടെ നാട്ടിൽ, ചൂടിങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചൂടൊന്നും കൊണ്ട് കറുത്ത് കരിവാളിച്ചിട്ടും ഒരു തളർച്ചയോ ക്ഷീണമോ ഇല്ലാതെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇവരുടെ അവസ്ഥ എന്താ? ഇവരിത് കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധമാ CPMുമായിട്ട്. എന്നാലോ ഈ CPM കിട്ടുന്ന അവസരത്തിലൊക്കെ ഇവർക്കിട്ട് പണി കൊടുക്കും. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർക്ക് SDPIയുടെ വോട്ട് വേണം CPM. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ വോട്ട് ചെയ്ത SDPIക്കാരൻ പിന്നെന്തായി? തീവ്രവാദിയായി, അവൻ രാജ്യദ്രോഹിയായി, അവൻ ദേശവിരുദ്ധനായി ഒക്കെയായി അല്ലേ? ഇനി തലശ്ശേരിയിൽ ഒരു പെരുന്നാൾ ദിവസം തലശ്ശേരിയിൽ ഫസലിനെ വെട്ടി നുറുക്കിയത് നിങ്ങളുടെ പ്രവർത്തകനായ, നിങ്ങളുടെ സഹോദരനായ SDPIക്കാരാ. നിങ്ങളുടെ സഹോദരനായ ഫസലിനെ വെട്ടി നുറുക്കിയത് ആരാണ്? കാരായി രാജനാണ്. ആ കാരായി രാജൻ തലശ്ശേരിയിൽ മത്സരിക്കുക. കാരായി രാജനാണോ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത്? ആ കാരായി രാജനെ സ്ഥാനാർത്ഥിയാക്കിയ CPM വേണ്ടിയാണോ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത്? ആ കാരായി രാജനെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത പിണറായി വിജയന് വേണ്ടിയാണോ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത്? ആ കാരായി രാജനെ മത്സരിപ്പിക്കുന്ന CPM സ്ഥാനാർത്ഥിയാക്കിയ സബാഹിന് വേണ്ടിയാണോ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത്? നിങ്ങളുടെ സഹോദരനെ വെട്ടി നുറുക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ലേ?
അതിൽ നിങ്ങൾക്കൊരു വേദനയും തോന്നുന്നില്ലേ? എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇന്നലെ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള തുളസീധരൻ, SDPIയുടെ തുളസീധരൻ എന്താ ഇന്നലെ പറഞ്ഞത്? പിണറായി വിജയൻ ഒരു കൈയിൽ RSS, മറു കൈയിൽ SDPI, ഇവരുമായിട്ടുള്ള സന്ധി ചെയ്തിരിക്കുകയാണ് എന്നാണ് തുളസീധരൻ പറയുന്നത്. ഈ തുളസീധരൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്തെ SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം, സംഘ് പരിവാറിനെതിരെയാണ് പോരാട്ടമെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് AK മഷ്റഫിന് പിന്തുണ നൽകണമെന്ന് ഇതേ തുളസീധരൻ അവരുടെ പാളയത്തിലിരുന്നു കൊണ്ട് പറയുക. കാരണം എന്താ? ഈ കൂട്ടിക്കൊടുപ്പ്, ഈ ഡീല്, ഈ സന്ധി ചിലരെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാ. പക്ഷേ ആ സന്ധിയോട് യോജിക്കാത്ത ചിലരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഈ തുളസീധരൻ വലിയ മഹാനാക്കുകയൊന്നുമല്ല, പക്ഷേ കാര്യങ്ങൾ ചിലതൊക്കെ വിളിച്ചു പറയണ്ടേ? ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ ഈ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? അല്ലേ? കേരളത്തിലെ ജനതയോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? പോരാട്ടം, സംഘ് പരിവാറിനെതിരെ പോരാട്ടമെന്ന് അനവധി തവണ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന SDPI, നിങ്ങളുടെ പോരാട്ടം നിങ്ങൾ സംഘ് പരിവാറിനെതിരെയല്ല, നിങ്ങൾ CPMുമായി കൂടിച്ചേരാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ RSSനോടൊപ്പമാണ് ചേരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കേണ്ട. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസും UDFും ഒരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്ത് RSS, സംഘ് പരിവാർ, BJP, വെള്ളാപ്പള്ളി നടേശൻ, BDJS എന്ന് വേണ്ട സകല വിഷജന്തുക്കളെയും കൂടെ കൂട്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന് UDFിനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് SDPIക്കാരാ നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. തലശ്ശേരിയിൽ കാരായി രാജനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ മാനദണ്ഡം മാത്രമേ ഉള്ളൂ. കാരായി രാജൻ ഫസലിനെ വെട്ടിനുറുക്കാൻ നേതൃത്വം നൽകി എന്നുള്ളത് മാത്രമാണ് മാനദണ്ഡം. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ SDPIക്കാരാ നിങ്ങളുടെ സഹോദരനെ വെട്ടിനുറുക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരായി രാജനെ തലശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പാർട്ടിക്ക് എന്തർത്ഥത്തിലാണ് നിങ്ങൾക്ക് പിന്തുണ നൽകാൻ സാധിക്കുന്നത് എന്നുള്ളതാ. CPMകാരായ കുറേ നല്ല ഒന്നാന്തരം RSSകാരുണ്ട്. AK ബാലനെ പോലെയുള്ള, വിജയരാഘവനെ പോലെയുള്ള നല്ല ഒന്നാന്തരം വർഗീയവാദികൾ. മനസ്സിലായില്ലേ? ഇനി SDPക്കാരനും മനസ്സിലാവാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ശ്രീഎം എന്ന് പറയുന്ന സംഘ് പരിവാറിൻ്റെ യോഗ ആചാര്യൻ്റെ ഒരു അഭിമുഖം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് CPMൻ്റെ കേഡറുകളെ സംഘ് പരിവാറിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. യോഗയെ ഒരു മാധ്യമമാക്കിയിട്ട് അതിലൂടെ ഈ CPMൻ്റെ കേഡർ പ്രവർത്തകരെ RSSകാരാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോൾ തുടങ്ങി? കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് മുതൽ. അപ്പോൾ ആ ശ്രീഎമ്മിന്, ആ RSSകാരന് എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ചെലവിൽ ഒരുക്കി കൊടുക്കുന്നത് ആരാ? പിണറായി വിജയനല്ലേ? ആ പിണറായി വിജയനെ പിന്തുണക്കാൻ SDPIക്കാരാ നിങ്ങൾക്കൊന്നും ഒരു ഉളുപ്പുമില്ലേ? ഇനി ഉളുപ്പ് വേണ്ടടോ, ഒരു ഇച്ചിരിയെങ്കിലും ഒരു സ്നേഹം, ദയ, കാരുണ്യം, ഇതൊക്കെ നിങ്ങളുടെ സഹോദരനായ ഫസലിനോടെങ്കിലും വേണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ AK ബാലനും ഈ വിജയരാഘവനും ഈ പിണറായി വിജയനും ഒക്കെ വേങ്ങരയുടെ മണ്ണിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി KM ഷാജിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷാജിക്കെതിരായിട്ട് നിങ്ങൾ നിർത്തിയിരിക്കുന്ന സബാഹിന് പ്രചരണത്തിന് വന്നിട്ട് വേങ്ങരയുടെ മണ്ണിൽ വന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ വിജയ? അല്ലെങ്കിൽ AK ബാലൻ വന്ന് പറയോ? വിജയരാഘവൻ വന്ന് പറയോ? SDPIക്കാരൻ അല്ലെങ്കിൽ ജയരാജൻ, ചിറ്റപ്പൻ ജയരാജൻ വന്ന് പറയോ? SDPIക്കാരൻ തീവ്രവാദിയാണ്, അവൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ആണത്തമുണ്ടോ? ഉണ്ടോ? അതിന് കഴിയോ നിങ്ങൾക്ക്?
SDPIയുടെ സ്ഥാനാർത്ഥിയെ അങ്ങനെ തന്നെ തൂക്കി വാങ്ങിയിട്ട് നിങ്ങൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയാ. നിങ്ങൾ ഓക്കെ സബാഹ് നിങ്ങളോടൊപ്പം ചേർന്നു എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഞങ്ങളത് ശരിവെക്കുകയും ചെയ്യാം. ശരി, സബാഹ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു, ഓക്കെ. എന്നാൽ അതേ വേങ്ങരയിൽ വന്നിട്ട് സബാഹിന് വേണ്ടി നിങ്ങൾ പ്രചരണം നടത്തൂ. എന്നിട്ട് നിങ്ങൾ പറയണം SDPIക്കാരൻ തീവ്രവാദിയാണ്, അവൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന്. സൗകര്യമുണ്ടോ? ഗഡ്സുണ്ടോ? ആർജവമുണ്ടോ? നട്ടെല്ലുണ്ടോ? അപ്പോൾ ഈ SDPIക്കാരനും ഈ CPMകാരനുമൊക്കെ കൊലയാളിയും ഇരയും. നിങ്ങളൊന്ന് ആലോചിക്ക്, വോട്ട് ചെയ്യുന്നത് വരെ ഇവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വോട്ട് പിടിച്ച് വിജയിപ്പിച്ച് കഴിയുമ്പോൾ അവൻ തീവ്രവാദിയായി, അവൻ ദേശവിരുദ്ധനായി, അവൻ രാജ്യദ്രോഹിയായി. എന്നാലും എൻ്റെ SDPIക്കാരാ, ആ ഫസലിനോട്, ഫസലിൻ്റെ കുടുംബത്തോട്, ഫസലിൻ്റെ മക്കളോട്, ആ പെൺകുട്ടിയുണ്ടല്ലോ ഫസലിൻ്റെ, ആ പെൺകുട്ടിയോടെങ്കിലും ഒരിറ്റ് കാരുണ്യം അത് നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾ സഹോദരൻ എന്നല്ലേ വിളിച്ചിരുന്നത്? ആ സഹോദരനോട് എന്തെങ്കിലും ഒരു സ്നേഹം കടുകുമണിയോളം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം നിങ്ങൾ പിണറായി വിജയന് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പോരാട്ടം സംഘപരിവാറിനെതിരെയല്ല, നിങ്ങളുടെ പോരാട്ടം വർഗീയ ശക്തികൾക്കെതിരെയല്ല, മറിച്ച് നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന SDPI ഉണ്ടായത് തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള വിരോധം കാരണമാണ്. മുസ്ലിം ലീഗിന് തീവ്രത കുറവാ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പാർട്ടി ഉണ്ടാക്കിയത്.